നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. അപ്രതീക്ഷിതമായുള്ള റദ്ദാക്കൽ മൂലം യാത്രക്കാർ പ്രതിസന്ധിയിലായി. എയർ ഇന്ത്യ, ഖത്തർ എയർവേസ്, കുവൈറ്റ് എയർലൈൻസ്, ഇൻഡിഗോ തുടങ്ങി കമ്പനികളുടെ വിവിധ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകുമെന്നും ചില വിമാന സർവീസുകൾ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്യുമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. യാത്രക്കാർ സർവീസുകൾ സംബന്ധിച്ച് വിമാന കമ്പനികളുടെ സൈറ്റുകൾ പരിശോധിക്കണമെന്നും വിമാനത്താവള അധികൃതർ പറഞ്ഞു. അതേസമയം 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് അയവ് വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല. ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്കേർപ്പെടുത്തി. വ്യാഴാഴ്ച തൃശൂർ പുഴയ്ക്കലിൽ സംഘടിപ്പിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 25 സീറ്റുകൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയിട്ടുള്ളത്. രാജ്ഭവനിലെ നിർദ്ദേശപ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് സർവകലാശാല അധികൃതർ ആദ്യം പറഞ്ഞെങ്കിലും ഈ ഓർഡർ ലഭിച്ചിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനു മുന്നിൽ ഇവർ കുഴങ്ങി. ഇതോടെ സർവകലാശാലയാണ് പരിപാടിയുടെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ഇവർ തിരുത്തി പറഞ്ഞു. എനിക്ക് ഗവൺമെന്റ് ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ഈ പറയുന്ന പോലെ കിട്ടിയിട്ടില്ല. പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതാണ് തീരുമാനം. ആരുടെ തീരുമാനം? യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. ജില്ലാ ഇൻഫർമേഷൻ വകുപ്പ് ഫോട്ടോയും വീഡിയോയും നൽകുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ ചോദ്യത്തിനു മുന്നിൽ നിന്ന് പിന്മാറുകയും രജിസ്ട്രാർ അടക്കമുള്ളവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു. കാർഷിക സർവകലാശാലയിൽ വലിയ സെൻട്രൽ ഹാൾ ഉണ്ടായിട്ടും പുഴയ്ക്കലിലെ ആഡംബര ഹോട്ടലിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി അധികൃതർ നൽകിയില്ല. TCV ന്യൂസ്, തൃശൂർ. ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാനയുടെ ആക്രമണം. മച്ചാട് റേഞ്ചിൽ ഉൾപ്പെട്ട അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഫോറസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർത്ത് അകത്തുകടന്ന കാട്ടാന കോമ്പൗണ്ടിലുണ്ടായിരുന്ന 4 പനകൾ മറിച്ചിട്ടു. ഗേറ്റ് തള്ളി തുറന്നു കടക്കാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് മതിൽ തകർന്നു. ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നുള്ള ഷെഡിൽ വിശ്രമിച്ച ശേഷമാണ് കാട്ടാന മടങ്ങിയത്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന സ്റ്റേഷനാണ് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കാട്ടാന വരുത്തിയ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. 7 മീറ്ററോളം ഭാഗം വിടുന്ന മതിലാണ് കാട്ടാന തകർത്തത്. അതേസമയം മേഖലയിൽ കാട്ടാന നിരന്തരം ഇറങ്ങുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പാഞ്ഞാളിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടു. പാഞ്ഞാൾ ആലിൻ ചുവട് റേഷൻ കടയ്ക്ക് സമീപത്താണ് പുലിയുടേത് എന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ മണ്ണിൽ പതിഞ്ഞ നിലയിൽ കണ്ടത്. രാവിലെ നാട്ടുകാരാണ് സമീപ പ്രദേശത്തു നിന്ന് മണ്ണെടുത്ത സ്ഥലത്ത് പുലിയുടേത് എന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ പതിഞ്ഞ നിലയിൽ കാണുകയും സമീപത്തുള്ള മതിലിൽ കാൽ കൊണ്ട് മാന്തിയ നിലയിൽ അടയാളങ്ങളും കണ്ടത്. നാട്ടുകാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേത് ആകാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സഞ്ചാരികളെ ആകർഷിച്ച് അതിരപ്പിള്ളി നിറഞ്ഞൊഴുകുന്നു. വൻ ജനത്തിരക്കാണ് അതിരപ്പിള്ളിയിൽ അനുഭവപ്പെടുന്നത്. മഴയ്ക്ക് ശമനമായെങ്കിലും അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഇപ്പോഴും നിറഞ്ഞു തന്നെ. ജൂൺ പകുതിയോടെ ആർത്തിരമ്പിയ വെള്ളച്ചാട്ടത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായെങ്കിലും മനോഹാരിതയ്ക്ക് തെല്ലും കുറവില്ല. കഴിഞ്ഞ അവധി ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ കനത്ത തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. 3 മാത്രമാണ് ഇപ്പോൾ പാറക്കെട്ടുകൾ കാണുന്നത്. ബാക്കിയെല്ലാം വെള്ളിമേഘം പോലെ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ്. പൊരിങ്ങൽക്കുത്ത് ഡാമിൽ തിങ്കളാഴ്ചയിലെ ജലനിരപ്പ് 420.12 മീറ്ററാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇത് കുറവാണെങ്കിലും ബുധനാഴ്ച മുതൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഇനിയും വെള്ളമുയരുമെന്ന സൂചനയാണുള്ളത്. ചാലക്കുടി പുഴയിലെ ജലനിരപ്പാകട്ടെ 4.01 മീറ്ററാണ്. 2 ദിവസം മുൻപ് ഇത് 4.19 മീറ്ററിലെത്തിയിരുന്നു. കാലവർഷം കനക്കുമ്പോൾ അതിരപ്പിള്ളി കൂടുതൽ രൗദ്രഭാവത്തോടെ നിറഞ്ഞൊഴുകുകയാണ്. ഈ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു. TCV ന്യൂസ്, ചാലക്കുടി.
ദേശീയപാത മുടിക്കോട് ആഡംബര വാഹനത്തിൽ കടത്തുകയായിരുന്ന 57 ഗ്രാം MDMA-യുമായി 3 യുവാക്കളെ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. വെളപ്പായ സ്വദേശി അഭിജിത്ത്, മുതലമട സ്വദേശി ദിലീപ്, ഒറ്റപ്പാലം സ്വദേശി പ്രജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രി നടത്തിയ വാഹന പരിശോധനയിലാണ് 3-അംഗ സംഘം പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾ പിടിയിലായി. റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ 15ഓളം ബസ്സുകൾക്കെതിരെ കേസെടുത്തു. നഗരത്തിൽ വിവിധയിടങ്ങളിലായാണ് പോലീസ് വാഹന പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർമാരുള്ള ബസ്സുകൾ, യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാത്ത ബസ്സുകൾ എന്നിവയ്ക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ചികിത്സയിൽ തുടരുന്ന VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ ഇന്നലെയാണ് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ കാർഡിയാക് ICUവിലാണ് ചികിത്സ തുടരുന്നത്. 101 വയസ്സുള്ള അച്യുതാനന്ദനെ ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ KSRTC ബസിന് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ആളൂർ സ്വദേശികളായ ചാർലി, സംഗീത് എന്നിവർക്കാണ് പരിക്കേറ്റത്. AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥരായ പോലീസുകാർ ഡ്യൂട്ടിക്ക് പോകുന്നതിനിടെയാണ് അപകടം. പരിക്കേറ്റവരെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലിയേക്കര അങ്കമാലി റൂട്ടിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നു. കുരുക്കഴിക്കാനാവാതെ അധികൃതർ. പാലിയേക്കര ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായി. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണമാണ് മേഖലയിൽ കുരുക്ക് രൂക്ഷമാക്കിയത്. ചാലക്കുടി മേഖലയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മണ്ണുത്തി മുതൽ അങ്കമാലി വരെ യാത്ര ചെയ്യാൻ 3 മണിക്കൂർ വരെ സമയമെടുക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കുന്നംകുളം തെക്കേപ്പുറത്ത് തട്ടുകട തല്ലിത്തകർത്തു. തെക്കേപ്പുറം AKG റോഡിൽ താമസിക്കുന്ന പാനക്കൽ പറമ്പിൽ വീട്ടിൽ സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള തട്ടുകടയാണ് തല്ലിത്തകർത്തത്. കുറുക്കൻപാറ സ്വദേശിയായ യുവാവാണ് തട്ടുകട തല്ലിത്തകർത്തതെന്ന് സുജിത്ത് പോലീസിനെ മൊഴി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കടയിലെത്തിയ യുവാവ് കടയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ചില്ലിന്റെ അലമാര തല്ലിത്തകർക്കുകയും തടയാൻ ചെന്ന സുജിത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു. വൺ വേ തെറ്റിച്ചു വന്ന സ്വകാര്യ ബസിനെ പുറകിലേക്കടുപ്പിച്ച വനിതാ പോലീസിന്റെ വീഡിയോ വൈറൽ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിലാണ് സംഭവം. തൃശൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന ബാബുരാജ് ബസ്സാണ് വൺ വേ തെറ്റിച്ച് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കിയത്. ഇതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഇടപെടുകയായിരുന്നു. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ വീണ് കാണാതായ യുവാവിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നു. തോട്ടിനു സമീപത്തെ മുളങ്കാടുകളും ചണ്ടിയും നീക്കം ചെയ്താണ് തിരച്ചിൽ നടത്തുന്നത്. തോട്ടിലേക്ക് വീണ തേങ്ങയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കടവല്ലൂർ സ്വദേശി ഞാറേപ്പറമ്പിൽ കൊണ്ടരാംവളപ്പിൽ സത്യനാണ് കാൽവഴുതി വീണത്. അംഗത്വം നൽകാതെ ജീവനക്കാരെ രാഷ്ട്രീയമായി മാറ്റി നിർത്തുന്ന തൃശൂരിലെ കേരള ബാങ്ക് എംപ്ലോയീസ് സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ ജീവനക്കാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറുപ്പം റോഡിലുള്ള എംപ്ലോയീസ് സൊസൈറ്റിക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം A. സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് CA റംല അധ്യക്ഷത വഹിച്ചു. ബെഫി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PH വിനീത, ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TT അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി PP ഷിനോജ്, ട്രഷറർ PV ബിജി തുടങ്ങിയവർ സംസാരിച്ചു. 2017 മുതൽ തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിലും കേരള ബാങ്കിലുമായി ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് അംഗത്വം നൽകാതെ ജീവനക്കാരുടെ അപേക്ഷകൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി 6 വർഷത്തോളമായി തടഞ്ഞുവച്ചിരിക്കുകയാണെന്നാണ് സമരക്കാർ ആരോപിക്കുന്നത്. രാഷ്ട്രീയ കാരണം പറഞ്ഞ് 60-ൽ പരം ജീവനക്കാരുടെ അപേക്ഷകളാണ് വർഷങ്ങളായി സംഘം നിഷേധിച്ചു വരുന്നത്. ജീവനക്കാരുടെ അവകാശം നിഷേധിക്കുന്ന സൊസൈറ്റി ഭരണസമിതിക്കെതിരെ നിയമാനുസൃതമായ നടപടി ആവശ്യപ്പെട്ട് സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. അതൊന്നും ഈ സഹകരണ സ്ഥാപനത്തെ ബാല്യ അവകാശമാണ്. അങ്ങനെയുള്ള
ഉന്നത പഠനത്തിനുള്ള പ്രവേശനത്തിനു വേണ്ടി വിദ്യാർത്ഥികൾ നെട്ടോട്ടമോടുമ്പോൾ തെറ്റുകളുടെ കൂടാരമായി മാറി ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ്. കഴിഞ്ഞ മാർച്ചിൽ 2ാം വർഷ പൊതുപരീക്ഷ എഴുതിയ ഹയർ സെക്കൻഡറി കുട്ടികളുടെ മാർക്ക് ലിസ്റ്റിലാണ് ഗുരുതര പിഴവുകൾ കടന്നുകൂടിയത്. തെറ്റുകൾ തിരുത്തി പുതിയ മാർക്ക് ലിസ്റ്റുകൾ വരാൻ ഉണ്ടാകുന്ന കാലതാമസം അഡ്മിഷനെ പോലും ബാധിക്കുമോ എന്ന ആശങ്ക വിദ്യാർത്ഥികൾക്കുണ്ട്. നിരുത്തരവാദപരമായി സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്ത് വിതരണത്തിനെത്തിച്ചത് അത്യധികം പ്രതിഷേധകരമാണെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസ്താവിച്ചു. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. സംയുക്ത ട്രേഡ് യൂണിയൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് കാൽനട പ്രചരണ ജാഥ നടത്തി. CITU ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ മുപ്പട്ടിത്തറ സെന്ററിൽ നിന്നും ആരംഭിച്ച് കാൽനട പ്രചരണ ജാഥയിൽ നിരവധി പ്രവർത്തകർ അണിനിരുന്നു. സമാപന സമ്മേളനം വെങ്കിടങ്ങ് സെന്ററിൽ CPI വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CR ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ CP ജോൺസൺ, വൈസ് ക്യാപ്റ്റൻ ശോഭന മുരളി, ഡയറക്ടർ EV പ്രബീഷ്, KK ബാബു, KA ബാലകൃഷ്ണൻ, അംബിക ജോജൻ, CS രവീന്ദ്രൻ, KV മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചുമാറ്റി. കരിയന്നൂർ, എരുമപ്പെട്ടി, പാഴിയോട്ടുമുറി എന്നിവിടങ്ങളിൽ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളാണ് മുറിച്ചത്. ഒരേ സമയം നൂറുകണക്കിന് വാഹനങ്ങളാണ് റോഡിലൂടെ കടന്നുപോകുന്നത്. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും മരങ്ങൾ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. കർഷക സംഘം മേത്തല വില്ലേജ് സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് TP ജോഷി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി ട്രഷറർ TK രമേശ് ബാബു, ബിന്ദു മോഹൻലാൽ, KF കൈസാബ്, VK ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മട്ടത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. UDF തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തി. തോളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KG പോൾസൺ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CK ഫ്രാൻസിസ്, കോൺഗ്രസ് നേതാക്കളായ MV ജോസ്, CT ജെയിംസ്, VK രഘുനാഥൻ, ജോൺ ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് തല പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിന്റെ ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചു. AICC സെക്രട്ടറി PV മോഹനൻ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ മുൻ MLA അനിൽ അക്കര അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സിജു പാവറട്ടി, AT ആൻഡോ, OJ ഷാജൻ, ആൻഡോ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പ്രവർത്തകരെയും നേതാക്കളെയും സജ്ജരാക്കുന്നതിന്റെ ഭാഗമായാണ് നേതൃത്വ കൺവെൻഷൻ നടന്നത്. ലോഹിതദാസിന്റെ സ്മരണാർത്ഥം ചിൽഡ്രൻ ഫിലിം ക്ലബ്ബ് ഏർപ്പെടുത്തിയ ഷോർട്ട് ഫിലിം തിരക്കഥാ മത്സരത്തിൽ വിജയികളെ പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനത്തിന് VKK രമേശും, രണ്ടാം സമ്മാനത്തിന് ശ്രീനാഥ് ശിവയും, മൂന്നാം സമ്മാനത്തിന് ഷാഹിദും അർഹരായി. ഈ മാസം 28-ന് കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ലോഹിതദാസ് അനുസ്മരണ ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും.
കുഴൂർ പഞ്ചായത്തും ആയുർവേദ ആശുപത്രിയും ചേർന്ന് യോഗ പ്രകടനവും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി മനോജ് അധ്യക്ഷയായി. PS സന്തോഷ് കുമാർ, സിൽവി സേവ്യർ, ബിജി വിൽസൺ, യോഗ പരിശീലക ഡോക്ടർ R ലക്ഷ്മി പാർവതി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K നിഷ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യോഗ നൃത്തം അവതരിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പുഴമണൽ വാരുന്നതിനുള്ള തടസ്സം നീക്കി മണലെടുക്കുന്നതിനുള്ള അനുമതി ലഭ്യമാക്കുക, സൈറ്റ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, ചെറുകിട കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. PBCA ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് കൊള്ളനൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K മുരളീധരൻ, ജില്ലാ സെക്രട്ടറി KV ജയചന്ദ്രൻ, ട്രഷറർ PM ഗീത, K മഞ്ജുനാഥൻ, AM അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. പിരിച്ചെടുക്കാൻ വേണ്ടി കൃത്യമായി ഇപ്പോൾ തണൽമരം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്തുന്നതിനുള്ള 5ാം മഹാസംഗമം തൃശൂരിൽ സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന മഹാസംഗമം മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം PK ഇബ്രാഹിം ഫലാഹി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, സ്വാഗത സംഘം കൺവീനർ സുമതി ബാബുക്കുട്ടൻ, സ്വാഗത സംഘം ചെയർപേഴ്സൺ സാബിറ തൃശൂർ, തണൽമരം ഫൗണ്ടേഷൻ സെക്രട്ടറി AP സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജയനെ ഓർമ്മപ്പെടുത്തുന്ന വിധം അദ്ദേഹത്തിന്റെ വേഷം ധരിച്ച് വേദിയിലെത്തിയ അഷ്റഫിനെ കരഘോഷത്തോടെയാണ് സംഗമത്തിനെത്തിയവർ എതിരേറ്റത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 450ഓളം വധൂവരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും മഹാസംഗമത്തിൽ പങ്കെടുത്തു. കൂർത്ത മുള്ളുകളും സമൃദ്ധമായ ഇലച്ചാർത്തുകളുമായി പടർന്നു പന്തലിച്ച് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായി വളർന്നു നിന്നിരുന്ന മുരിക്കുമരങ്ങൾ ഗ്രാമക്കാഴ്ചകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പോയ തലമുറകളുടെ കാർഷിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു വെൺമുരുക്ക്, മുള്ളുമുരുക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മുരുക്കുമരങ്ങൾ. പറമ്പുകളുടെ അതിർത്തിയിൽ നട്ടുവളർത്തിയിരുന്ന ഈ ഇനം മരങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടിരുന്നു. പ്രധാനമായും അതിർത്തി സംരക്ഷണത്തിനായുള്ള വേലി നിർമ്മാണത്തിനാണ് മുരുക്കുകൾ ഉപയോഗിച്ചിരുന്നത്. മുരുക്കിന്റെ ഇലകൾ വളർത്തുമൃഗങ്ങൾക്ക് തീറ്റയായും നൽകിയിരുന്നു. മുയലിന്റെ ഇഷ്ടഭക്ഷണമാണ് മുരുക്കില. കുരുമുളക്, പയർ, ചെറുകിഴങ്ങ്, കാച്ചിൽ എന്നിങ്ങനെ വള്ളികളായി വളരുന്ന കാർഷിക വിളകൾക്ക് പടർന്നു കയറാനുള്ള താങ്ങായി ഉപയോഗിച്ചിരുന്നത് മുരുക്കുമരങ്ങളുടെ തണ്ടുകളാണ്. 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നവയാണ് മുരുക്കുമരങ്ങൾ. ഔഷധ ഗുണമുള്ള മുരുക്കില മുറുവെണ്ണ പോലുള്ള തൈലങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിൽ നടക്കുന്ന അനുഷ്ഠാന കലകളിൽ മുരുക്കിന്റെ പൂക്കളും തണ്ടുകളും ഉപയോഗിക്കാറുണ്ട്. പൂരോത്സവത്തിന് പൂവിടാനാണ് മുരുക്കൻ പൂക്കൾ ഉപയോഗിക്കാറുള്ളത്. തീയാട്ട ചമയത്തിന് കിരീടങ്ങളും പൊയ്ക്കാലുകൾ ഒരുക്കാനും മുരുക്കൻ തണ്ടുകൾ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു. വേലികൾ മതിലുകൾക്കും പറമ്പുകൾ വിവിധയിനം കാർഷിക വിളകളുടെ തോട്ടങ്ങൾക്കും വഴിമാറിയതോടെ കർഷകർക്ക് പോലും മുരുക്കുമരങ്ങൾ ശല്യക്കാരായി മാറി. മലയോര മേഖലയിൽ പുരയിടങ്ങളുടെയും കൃഷിത്തോട്ടങ്ങളുടെയും അതിർത്തിയിൽ വ്യാപകമായി വളർന്നു നിന്നിരുന്ന മുരുക്കുകൾ ഒട്ടുമിക്കതും വെട്ടി നീക്കപ്പെട്ടതോടെ അപൂർവ കാഴ്ചയായിരിക്കുകയാണ് മുരുക്കുമരങ്ങൾ. TCV ന്യൂസ്, കൊടകര. അഴീക്കോട് നേതാജി കൾച്ചറൽ സെന്റർ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരവും സംഘടിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. നേതാജി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് MH മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ, NYC ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KK ബാബു എന്നിവർ സംസാരിച്ചു. ഞാൻ സർക്കാർ സർവീസിലാണ്. ഒന്നാമതാണ്. അപ്പൊ അതിന്റെ ആദ്യമായിട്ട് സാറിനുള്ള അഴീക്കോടില് ലൈബ്രറി ഒട്ടനവധി പേര് സർക്കാർ സർവീസിൽ വരികയും അപ്പോ ഇപ്പോ ായിട്ട് അവര് ഗൾഫിലും ആളുകളായിട്ട് സംഘടനാ പ്രവർത്തനം വളരെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഘടനയുടെ വർഷവും നിർധനരായിട്ടുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുവാനുള്ള ഒരു പദ്ധതിയാണ് അത് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആളുകൾക്ക് ഉപകാരപ്രദമാകാവുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിതങ്ങളായിട്ടുള്ള കൊടുങ്ങല്ലൂർ മേഖലയിലുള്ള വിവിധങ്ങളായി
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയത്തെ തുടർന്ന് തിരുവില്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവില്ലാമല ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തിരുവില്ലാമല മണ്ഡലം പ്രസിഡന്റ് S. രാമചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ, പഞ്ചായത്ത് അംഗങ്ങളായ U. ദേവി, V. രാമചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉഷ ദിവാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാസ് ആൻഡ് സ്റ്റാർസ് കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ തോന്നൂർക്കര ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ G6 FC തോന്നൂർക്കര ജേതാക്കളായി. അജിത് താനിക്കൽ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. ബിജേഷ് കുറുമല, സുരേഷ് കലാമണ്ഡലം, ജിഷ്ണു മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. അജിത് താനിക്കൽ ബിജേഷ് ഏട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവരും ഒരു ഉയർന്ന തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ ജൻശിക്ഷൻ സംസ്ഥാന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡ്രസ് മേക്കർ കോഴ്സ് ആരംഭിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ED ഡയസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജൻശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടർ ഫുദ സോളമൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ലാലി ജെയിംസ്, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അരുൺ ജോസ്, കോർഡിനേറ്റർ റൈന ജോസ് എന്നിവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്ത് പൂവത്തൂരിൽ ആരംഭിച്ച ലേഡീസ് ഫിറ്റ്നസ് സെന്റർ വനിതകൾക്കായി തുറന്നു നൽകി. പൂവത്തൂരിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഹാളിലാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ജീന അശോകൻ, PM അബു, കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ സലീജ ഷമീർ എന്നിവർ സംസാരിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കഴിഞ്ഞ വർഷത്തെ ബിരുദദാന ചടങ്ങ് വ്യാഴാഴ്ച പുഴയ്ക്കലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2-ന് ഗവർണറും സർവകലാശാല ചാൻസലറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബിരുദദാനം നടത്തും. പ്രൊഫസർ ഡോക്ടർ കടമ്പോട്ട് സിദ്ദിഖ്, പോൾ തോമസ് എന്നിവർക്ക് ഹോജോറിസ് ബിരുദം നൽകി ആദരിക്കും. കൃഷി, എഞ്ചിനീയറിംഗ്, ഫോറസ്ട്രി എന്നീ 3 ഫാക്കൽറ്റികളിലായി 1039 വിദ്യാർത്ഥികളിൽ 70 ഡോക്ടറേറ്റ്, 222 ബിരുദാനന്തര ബിരുദം, 565 ബിരുദം, 65 ഡിപ്ലോമ എന്നിവ നൽകും. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ A. സക്കീർ ഹുസൈൻ, S. ഗോപകുമാർ, ഡോക്ടർ സുലജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളക്കെട്ടിലായ വീട്ടിലെ ഗൃഹനാഥയുടെ മരണത്തെ തുടർന്ന് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കാനും തുടർന്ന് ശ്മശാനത്തിലേക്കുമുള്ള അന്ത്യയാത്രയും ഫൈബർ ബോട്ടിലൊരുക്കി ബന്ധുക്കൾ. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ മുനയത്ത് പുതിയടത്ത് രാമു ഭാര്യ സരസയാണ് പ്രമേഹം മൂർച്ഛിച്ച് പഴുവിൽ ആശുപത്രിയിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ മരിച്ചത്. വീടിരിക്കുന്ന പ്രദേശം ആഴ്ചകളായി വെള്ളക്കെട്ടിലായതിനാൽ സംസ്കാര ചടങ്ങിനോടനുബന്ധിച്ചുള്ള പൂജകൾക്കും മറ്റുമായി മൃതദേഹം വീട്ടിലെത്തിക്കാനും സംസ്കരിക്കാനുമായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനുമായി വാഹനമെത്തുന്ന സ്ഥലം വരെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഫൈബർ ബോട്ട് ഒരുക്കുകയായിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് മൃതദേഹം ബോട്ടിൽ 300 മീറ്ററോളം ദൂരം തള്ളി വീട്ടിലെത്തിക്കുകയായിരുന്നു. ചാഴൂർ പഞ്ചായത്തിലെ പഴുവിൽ, ചാഴൂർ, പുറത്തൂർ, പുള്ള് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. ശോചനീയ സ്ഥിതിയിലായ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂങ്കുന്നത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ BJP മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 24 മണിക്കൂറും ഭരണഘടനയെക്കുറിച്ച് പറയുന്നവർക്ക് ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഉണ്ടാകണമെന്ന് അനീഷ് കുമാർ പറഞ്ഞു. പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിന്റെ കാര്യം ഈ പ്രദേശത്തെ കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത്. ഇതൊരു ദേശീയപാത ആയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലെന്നും അനീഷ് കുമാർ പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിനായി 550 കിലോമീറ്റർ റോഡ് ഏറ്റെടുത്ത്
തങ്ങളാണെന്ന ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദ് റിയാസിനെ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിലെ കുപ്പിക്കഴുത്ത് പരിഹരിക്കാൻ 200 മീറ്റർ റോഡിനെ സ്ഥലമേറ്റെടുക്കാൻ കഴിയുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് ക്രെഡിറ്റ് സ്വന്തമാക്കാനായി റീൽസ് എടുത്തു നടക്കുന്ന മുഹമ്മദ് റിയാസിനെ മുഹമ്മദ് റീൽസ് എന്നാണ് വിളിക്കേണ്ടതെന്നും അനീഷ് കുമാർ പരിഹസിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ വി ആതിര അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF വിജയത്തിൽ മണത്തലയിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ, കൗൺസിലർമാരായ ഫൈസൽ കാണാമ്പുള്ളി, PK കബീർ, പെൻഷനേഴ്സ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CP കൃഷ്ണൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരത്തിന് മാധ്യമപ്രവർത്തകൻ റാഫി വലിയകത്തിനെ തിരഞ്ഞെടുത്തു. വീട്ടിക്കിഴി ഗോപാലകൃഷ്ണൻ സ്മാരക ട്രസ്റ്റിന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള പാലിയത്ത് ചിന്നപ്പൻ സ്മാരക പുരസ്കാരം ഗുരുവായൂർ നായർ സമാജം ജനറൽ സെക്രട്ടറി V അച്യുതക്കുറുപ്പിനും മികച്ച സഹകാരിക്കുള്ള AP മുഹമ്മദുണ്ണി സ്മാരക പുരസ്കാരം മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ MK അപ്പുവിനും സമ്മാനിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ പുരസ്കാര വിതരണം നിർവഹിക്കും. APN നമ്പൂതിരി മാഷിന്റെ പേരിൽ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ പുരസ്കാരത്തിന് പ്രൊഫസർ PC തോമസ് അർഹനായി. നാളെ വൈകിട്ട് 5 സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, സുകുമാരൻ ചിത്ര സൗദം, മധു ആനലൂർ, ഡോക്ടർ ഗീത ആനലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,155 രൂപ, പവന് 73,240 രൂപ, വെള്ളി ഗ്രാമിന് 119 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,403 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. 12 ദിവസത്തിനു ശേഷം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ. തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല. ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്കേർപ്പെടുത്തി. അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷനു നേരെ കാട്ടാന ആക്രമണം. മതിൽ തകർത്ത കാട്ടാന ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ പനകളും മറിച്ചിട്ടു. സഞ്ചാരികളെ ആകർഷിച്ച് അതിരപ്പിള്ളി നിറഞ്ഞൊഴുകുന്നു. വെള്ളച്ചാട്ടം കാണാൻ ടൂറിസ്റ്റുകളുടെ വൻ തിരക്ക്. ദേശീയപാത മുടിക്കോട് കാറിൽ കടത്തിയ സിന്തറ്റിക് മയക്കുമരുന്നുമായി 3 യുവാക്കളെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. നിയമലംഘനം നടത്തിയ 15ഓളം സ്വകാര്യ ബസ്സുകൾക്കെതിരെ കേസെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.